അപ്പോൾ നമ്മുടെ ഡോറ ഇന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് കുളിക്കുന്നത്. ഞാൻ സത്യം മാത്രമേ പറയൂ. അപ്പം കുളിക്കാൻ പോകുന്നത് കൊണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം മുടിയിൽ. വിദഗ്ധ കമന്റോളികളുടെ അഭിപ്രായ പ്രകാരം ശരിയാ, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മുടിയിൽ എണ്ണ ഇട്ട് കൊടുക്കുമായിരുന്നു, പുക പൊള്ളിക്കുവായിരുന്നു. നമ്മുടെ ഓച്ചിറയില് വീട്ടിൽ വെച്ച് നമ്മുടെ പണ്ടത്തെ ഇൻസ്റ്റാ ഷോർട്സ് കിടപ്പുണ്ട്. അന്ന് യൂട്യൂബ് ഇല്ല, നമുക്ക് അന്ന് വീഡിയോസ് ഇടത്തില്ലായിരുന്നു. അന്ന് ചാനൽ തുടങ്ങിയിട്ടില്ല. മറ്റേ വീഡിയോ ഒക്കെ ഇട്ടത് പിന്നെ എപ്പോഴാ ഇവിടത്തെ വീട്ടിൽ വെച്ചിട്ടില്ലല്ലോ, മറ്റേ ആദ്യത്തെ കിടന്നുറങ്ങുന്നത്. പിന്നെ മറ്റേ തോർത്ത് നനഞ്ഞ് തോർത്തിട്ട വീഡിയോ ആ വീഡിയോ ഒക്കെ എടുത്തത്. ഇത് എത്ര എണ്ണ ഇട്ടാലും കച്ചിത്തിരിമ്പായിട്ടിരിക്കും കേട്ടോ. കുറെ ആളുകൾ ഇന്നലെ എണ്ണ തേച്ച് ക്രിസ്റ്റീന എനിക്ക് ഇന്നലെ എണ്ണ തേച്ച് റെഡിയാക്കി തന്നത്. കുറെ ആൾക്കാർ കമന്റ് ഇടുന്നുണ്ടല്ലോ, നമ്മൾ എത്ര എണ്ണ തേച്ചാലും ഈ മുടി ഈ രീതി. അതുപോലെ എത്ര വെള്ളം ഒഴിച്ചാലും നനഞ്ഞതായിട്ട് തോന്നത്തില്ല. ഇവളുടെ മുടിയിൽ എണ്ണ ഇടണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ എണ്ണ. ഞാനത് പറയാൻ വരുമായിരുന്നു. എൻ്റെ കൊച്ചിലൊക്കെ എൻ്റെ ചേട്ടൻ എപ്പോഴും പറയും, അച്ചുവിൻ്റെ തല എണ്ണ വെക്കണമെങ്കിൽ 1 ലിറ്റർ എണ്ണ, 1 കുപ്പി എണ്ണ വേണ്ടി വരും. ഉണ്ടോ നമ്മൾ എത്ര എണ്ണയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഇവളുടെ മുടിയുടെ അവസ്ഥ. അതുപോലെ എത്ര നമ്മൾ ഒതുക്കി ഇരി കെട്ടിയാലും വരും. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ജെല്ല് ഉപയോഗിക്കുക, ക്രീം ഉപയോഗിക്കുക. വീട്ടിൽ നിൽക്കുന്ന സമയത്തും അടുക്കള ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ നോർമലായിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ജെല്ലും ക്രീമൊക്കെ ഇട്ടിട്ട് നിൽക്കാൻ നമ്മളാരും പണക്കാരല്ലേ. നമ്മൾ മറ്റേ എന്തെങ്കിലും ഫംഗ്ഷന് നമ്മുടെ മോന്റെ ബർത്ത്ഡേയുടെ അന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അല്ലേ, അല്ലാതെ പൊതുവെ ജെല്ലൊന്നും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വീട്ടിലെ അടുക്കള ജോലിയൊക്കെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ജെല്ലൊക്കെ തേച്ച് മുടി ചീകി വെക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സാധാ വീട്ടമ്മമായ പിന്നെ ഞാൻ കണ്ടാ മതി മുതലിനെ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, അവരൊന്ന് ഉറക്കാൻ കിടക്കുവോ, പ്രത്യേകിച്ച് നമ്മുടെ ഗബ്രൂട്ടൻ കേറി മറിഞ്ഞ് മുടിയെ പിടിച്ച് വലിച്ച് അതൊരു വഴിയാക്കും. അത് ഇച്ചായാലും പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ. ബൈ.